ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ പോവുകയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: 1.5 കിലോ ചിക്കൻ, 3 വലിയ സവാള അരിഞ്ഞത്, 3 വലിയ തക്കാളി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി ഒരു 5 സ്പൂണ്, 1/2 സ്പൂൺ മുളക് പൊടി, 2 വലിയ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഗ്യാസ് കത്തിച്ചിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം, ഇതുപോലെ ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ആ പാത്രം നന്നായി ചൂടായി വന്ന ശേഷം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു പിടി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, തേങ്ങാക്കൊത്തായാലും മതി. അതൊന്ന് മൂത്ത് വരുമ്പം സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു 3 മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അത് വാടി വരും. ഒരുപാട് ബ്രൗൺ കളറിലൊന്നും ഉള്ളി വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി. ഇത്രയും വാടി വരുമ്പോൾ പിന്നെ അതങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഉള്ളി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് നടുക്ക് എണ്ണയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഒരു 3 സ്പൂണാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത്. മൂന്ന് സ്പൂണ് കുരുമുളക് പൊടി. 1, 2, 3 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. അതിനുശേഷം ഇളക്കി കൊടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. വീട്ടിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ചതച്ചെടുത്തത് വേണമെങ്കിലും ഇടാം. അതിനുശേഷം തക്കാളിപ്പഴം, ഇതൊരു 3 തക്കാളിപ്പഴമുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. കണ്ടോ? ഇത്രയും വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇത്ര വാടി വന്ന ഈ സവാളയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ ഇളക്കാം. ആ ഉള്ളി മസാലയെല്ലാം ചിക്കനകത്ത് പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഇങ്ങനെ ഒരു 3 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിക്കനകത്ത് നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം മതി ഇത് വേവാൻ. കണ്ടോ? ശകലം പോലും വെള്ളം ഒഴിച്ച് കൊടുത്തതല്ല.
ഇപ്പോൾ ചാറായി വന്നത് കണ്ടോ? വീണ്ടും അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. നന്നായിട്ട് ചാറായിട്ടുണ്ട്. നോക്ക്. ഇത് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇനി അടപ്പ് വേണ്ട, അടപ്പില്ലാതെ തന്നെ തീ കൂട്ടി വെച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ചാറ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഒരുപാട് വറ്റിക്കണ്ട, ചാറായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഒരു 3-4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വെച്ചിട്ടുള്ള 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര ഒരു കുറുകിയ ചാറ് ആണ് നല്ലത്. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. പെപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി ദോശയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് ബ്രെഡിൻ്റെ കൂടെയാണ്. ബ്രെഡും ഈ പെപ്പർ ചിക്കൻ കറിയും ഒരു നല്ല കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ നല്ല ഒരു കോമ്പിനേഷനാണ് ബ്രെഡും ഈ പെപ്പർ ചിക്കൻ കറിയും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.